ക്രിസ്തേശുവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ പരമവിളിക്ക് നാം യോഗ്യതയുള്ളവരാണോ എന്ന് യോഗ്യതയുള്ളവരാകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നവരായിരിക്കണം. അപ്പം നോക്കിക്ക്, അവിടെ എന്തിലേണ്ട പിൻപിലുള്ളത് മറന്നു കളയണം, പിൻപിലുള്ളത് മറന്നു കളയണം, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിക്ക് വിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടുന്നവരായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ദൈവത്തിലേക്ക് ഓടുന്നവരായിരിക്കണം. ദൈവവിളിയുടെ അർത്ഥം മനസ്സിലാക്കി, ലക്ഷ്യം മനസ്സിലാക്കി, നമ്മെ എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നാം ഓടുവാൻ. അതുകൊണ്ട് ആ പരമവിളിക്ക് നാം യോഗ്യതയുള്ളവരായിത്തീരുന്നതിന് വേണ്ടി പിൻപിലുള്ളതെല്ലാം മറക്കണം, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് അത് പ്രാപിപ്പാൻ വേണ്ടി ആഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പിൻപിലുള്ളത് ഒന്നും മറന്നു കളയാത്തവരാണ്. നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ അയവിറക്കിക്കൊണ്ട് നാം ഇരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ചെയ്തത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനല്ല, ഇനിയും മുൻപിലുള്ളത്, ഇനിയും ദൈവം എന്നെ എന്ത് ഏൽപ്പിക്കുന്നു അത് ചെയ്ത് കർത്താവിൻ്റെ വിളി എവിടേക്കാണ് എന്നെ വിളിച്ചത് അവിടെ എത്തുവാൻ തക്കവണ്ണം നാം ഓടുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം തമ്പുരാൻ അതിനായിട്ട് നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.